ആ ആമീൻ പറഞ്ഞു. രണ്ടാമത്തത് ചവിട്ടിയപ്പോൾ ആമീൻ പറഞ്ഞു. എന്നാ മുത്തനബി ഞങ്ങളത് സവിശേഷം വിശ്വസിച്ചു കൊടുക്കുകയാണ്. അത് സമക്ഷം അവിടെ വിശദീകരിച്ചു കൊടുക്കുന്നു. ഹബീബായ തങ്ങളെന്ന് പറയുകയാണ്, എന്തിനാണ് ഞാൻ ഒന്നാമത്തെ പടി ചവിട്ടിയപ്പോൾ ആമീൻ പറഞ്ഞത് നിങ്ങൾക്കറിയുമോ? റമദാൻ വന്നിട്ടതിനെ മാനിക്കാത്തവൻ, പരിശുദ്ധമായ റമദാൻ വന്നിട്ടവൻ അതിന് പൊറുക്കപ്പെടാൻ അവന് പൊറുക്കല്ല ചോദിക്കാത്തവൻ ഏതൊരുത്തൻ നിങ്ങളുടെ നാട്ടിലുണ്ടോ അവന് വിദൂരത്താണെന്ന് ഹബീബ് റസൂലുള്ളാഹി. ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങള് നോമ്പ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ തറാവീഹ് നിസ്കാരത്തിന് വരണം. ഞങ്ങൾ വരുന്നുണ്ട്, ഇരിക്കും വേണ്ടി നിങ്ങളാരും വരണ്ട, നിങ്ങൾക്ക് നിങ്ങളെ കബർക്ക് വേണ്ടി നിങ്ങൾ ഒന്നുമില്ല. ഇവിടെ പള്ളി അറിയണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ നമ്മുടെ പള്ളിയിൽ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ഏതെങ്കിലും ഒരാളുടെ ആമീൻ, നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുടെ, ഒരു സാധുവിന്റെ, ഒരു കുട്ടിയുടെ, ഒരു പേരക്കുട്ടിയുടെ, ഒരു വല്യപ്പാന്റെ ആമീൻ സ്വീകരിച്ചാൽ ഇതിന്റെ വലിയ പുണ്യമാണ്. അല്ലാഹുക്ക് പോലും കിട്ടി. നിങ്ങൾക്കിത് മൈനീകരില്ല. നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു ആ പറഞ്ഞ ഹദീസിന്റെ തൊട്ടരികിൽ തന്നെ ഹബീബ് റസൂലുള്ളാഹി ഏതെങ്കിലും ഒരാള് വിശ്വാസത്തോടുകൂടി പ്രതീക്ഷയോടുകൂടി നേരത്തെ നോമ്പുകാരനെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ തറാവീഹ് നിസ്കാരം നിർവഹിക്കുന്നവൻ ഏതൊരുത്തരുണ്ടോ അവന്റെ മുൻകഴിഞ്ഞ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. ആരാ പറഞ്ഞത്? ഒരു ഫത്തുദി പറഞ്ഞതല്ല, ഹബീബായ റസൂലുള്ളാഹി. മുഖറബൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഹബീബോട് തങ്ങൾക്ക് വഹി അറിയിച്ചു കൊടുക്കുമ്പോൾ ഓരോ സന്ദേശത്തിനും പറയാറുണ്ട്, മുത്തുനബിയേ, നിങ്ങൾ കൂടുതലും നിങ്ങളെക്കാൾ നിങ്ങളെ ഉമ്മത്തിന് വേണ്ടിയിട്ടാണല്ലോ കരയാറുള്ളത്. നമ്മളിപ്പോ ചണ്ടികൾക്ക് വേണ്ടിയിട്ട് ആര് കരയാ? ഹബീബ് റസൂലുള്ളാഹി. ഈ പള്ളിയുടെ അകത്തളത്തിൽ നിന്ന് പുറത്തേക്ക് ബാങ്കുലി കേൾക്കുമ്പോൾ പരിസരത്ത് കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പരിസരത്ത് കൂടിയിരിക്കുന്നവരെ, മുതിർന്ന ആളുകൾ, ചെറുപ്പൻ, മധ്യവയസ്കരായ ആളുകൾ നിസ്കാരത്തിന് മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി കരഞ്ഞത് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒരു നിമിഷം ഹബീബായ തങ്ങൾക്ക് വേണ്ടി നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഹബീബായ തങ്ങൾ പറയാണ്, രണ്ടാമത്തെ പണി ചവിട്ടിയപ്പോൾ പറഞ്ഞത് എന്തിനാണെന്നറിയുമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഉസ്താദായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാതെ അടക്കത്തരം കാണിക്കുന്നവൻ ഏതൊരുത്തരുണ്ടോ അവന്റെ അല്ലാഹു വിദൂരത്താക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ അവിടുന്ന് ഫഖുൽതു ലഹു ആമീൻ. അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്ക് അടക്കത്തരം ഉത്തരവിധങ്ങളെ പേര് കേൾക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി. എന്താ പറഞ്ഞാൽ നമ്മളിപ്പോ വേറെ എന്തെങ്കിലും ജാതയിൽ അതിന്റെ കൂടെ അക്കര മുദ്രാവാക്യം പ്രചോദിച്ചതാണ്, അത് ഏതിന്റെ പിന്നാലാണ് നമ്മൾ ഭയങ്കര സജീവമാണ്. പക്ഷെ ഹബീബ് റസൂലുള്ളാഹി മുത്തനബി ഞങ്ങളെ പേര് കേൾക്കുമ്പോ സ്വലാത്ത് ചെല്ലുന്നോടത്താണ് ഏറ്റവും വലിയ തൗഫീഖ്. നമ്മള് ചുക്കം പഠിക്കുമ്പോ അത് നന്മക്ക് വേണ്ടിയാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്നാമത്തെ പടി ചവിട്ടിയപ്പോൾ ഞാനും നിങ്ങളും ഓർക്കേണ്ടതാണ്, കരയേണ്ടതാണ്, ചിന്തിച്ചു പോകേണ്ടതാണ്. നമ്മൾ മൈൻഡ് ചെയ്യാതെ അവരെ ഒഴിവാക്കിയിരിക്കുന്ന ഒരു വിഭാഗം പാവപ്പെട്ടവരുണ്ട്. ആരാണെന്നറിയുമോ? ബഹുദമൻ അദറക അബവൈൽ കിബറു ഔ അഹദുഹുമാ ഫലം യദ്ഖിലാഹുൽ ജന്ന. ഏതെങ്കിലും ഒരാള് തന്റെ വാപ്പാനെ ഉമ്മാനെ വെറുപ്പിച്ചവനുണ്ടെങ്കിൽ അവൻ അല്ലാഹുവിൽ നിന്നും റസൂലിൽ നിന്നും വിദൂരത്തായി പോകട്ടെ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുഖറബൽ അംലാക്ക് മലക്ക് ജിബ്രീൽ നിങ്ങളൊന്ന് ഓർക്കണമേ. ഞാൻ എന്റെ ചെറുപ്പകാലത്തേക്ക് ഓർക്കുമ്പോൾ എന്റെ വാപ്പ ഞങ്ങൾ 5 മക്കൾക്ക് വേണ്ടി പുതുവസ്ത്രം വാങ്ങി തരുമ്പോൾ പല പെരുന്നാളും കഴിഞ്ഞു പോകാറുണ്ട്. റബ്ബേ പുറത്തു കൊടുക്കാൻ വന്നാലേ അല്ലാഹുവേ, പെരുന്നാൾ ദിവസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമ്മളെ വാപ്പയാണ് നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഒരു വസ്ത്രം അവര് നമുക്ക് വാങ്ങി തരുമ്പോ
മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ ആ സമയത്ത് വല്ലാതെ കരഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് നമ്മൾ വാപ്പരണ്ടായിരിക്കും അവൾ പുറത്തു കൊടുക്കണം. സാധുക്കളാണ് റബ്ബേ, ഖബറിലാണ് വെളിച്ചം നൽകി അനുഗ്രഹിക്കണം. അല്ലാഹുവേ പരിശുദ്ധമാക്കുന്ന റമദാൻ വന്നിട്ട് തന്റെ വാപ്പാടെ ഉമ്മാക്ക് വേണ്ടി ഖിദ്മത്ത് കൊടുക്കാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവൻ വിദൂരത്തായി പോകട്ടെ എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഞാൻ എൻ്റെ കഥ പറയുമ്പോൾ നിങ്ങൾക്കും ഉണ്ടാവും ഇതിനുപോലുള്ള ചിത്രങ്ങളും ഓർമ്മകളും. നമ്മുടെ വാപ്പയും ഉമ്മയും കൊണ്ട് സാധുക്കളാണ്. നമ്മളെ ഭാര്യയ്ക്ക് വേണ്ടി പുതുവസ്ത്രം വാങ്ങുമ്പോൾ, നമ്മ മക്കൾക്ക് വേണ്ടി പുതുവസ്ത്രം വാങ്ങുന്ന സമയത്ത് സാധുവായ ഉമ്മ നമ്മുടെ വീട്ടിലുണ്ടല്ലോ റബ്ബേ. ആ ഉമ്മാക്ക് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഉമ്മ പരീക്ഷ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഉമ്മാന്റെ അരികിൽ പോയിക്കൊണ്ട് ഉമ്മാനോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഉമ്മ, നിങ്ങൾക്ക് എന്താണ് പറ്റിയിട്ടുള്ളതെന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? റബ്ബേ, റബ്ബേ, പലരും ഞങ്ങളെ വാപ്പമാരും ഉപ്പമാരും ഉമ്മമാരും രോഗികളാണ്, സാധുക്കളാണ്. റബ്ബേ, ആജിലായ ശിഫ കൊടുക്കണം അല്ലാഹ്. പക്ഷേ അവർക്കെല്ലാം പിന്നിൽ ഒരു സങ്കടങ്ങളുണ്ട്, കരച്ചിലുകളുണ്ട്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കും നടന്നു പോയിട്ടില്ലേ? നമ്മളെ വാപ്പ നമ്മളെ കൈ പിടിച്ചുകൊണ്ട് പോയപ്പോ ഉമ്മ നമ്മളെ സന്തോഷത്തോടുകൂടെ പെരുന്നാളിന്റെ ഭക്ഷണം ഒരുക്കുന്ന സമയത്ത് ഉമ്മാരോട് കൈ കൊടുത്തുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്ത് പെരുന്നാളിന്റെ പുതുവസ്ത്രം വാങ്ങിയിട്ടുള്ള ആളുകളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഓരോ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കുന്നു. പക്ഷേ നമ്മുടെ സന്തോഷവാനാണ്. പക്ഷേ അവിടെ കരഞ്ഞിരുന്ന രണ്ട് ആളുകളാണ് സാധുക്കള്. ബാപ്പയും ഉമ്മയും സ്വകാര്യമായി പറഞ്ഞു നമ്മളെ മക്കള് സന്തോഷിക്കട്ടെ. റബ്ബേ, അങ്ങനത്തെ വാപ്പമാരാണ് ഉമ്മമാരാണ് നമ്മുടെ വാപ്പമാരും ഉമ്മമാരും. അതങ്ങനെ തന്നെ വന്നവരാണ് റബ്ബേ. അവര് സാധുക്കളിൽ സാധുക്കളാണ്. ഉമ്മയെങ്ങാനും നമ്മുടെ വാപ്പയോട്, നമ്മുടെ ഉമ്മയെങ്ങാനും നമ്മുടെ ഉപ്പയോട് ശമ്പളമെങ്ങാനും ഈ കണ്ടകാലം നിങ്ങളുടെ മകൾക്ക് വേണ്ടി മകൾക്ക് വേണ്ടി ഖിദ്മത്തെടുത്തതിനെ ചോദിച്ചാൽ കൊടുക്കാൻ തയ്യാറാകണമെന്ന് പഠിപ്പിച്ചു ഹബീബ് റസൂലുള്ളാഹി. അല്ലാതെ നമ്മള് കേമത്തരം കാണിക്കൊന്നും വേണ്ട. നമ്മളെ ഭാര്യ നമ്മളെ കുട്ടിക്ക് മുല കൊടുക്കണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് കച്ചറോട്ട സമയത്ത് ഭാര്യ വിളിച്ചിട്ട് ചോദിക്കാൻ, നിങ്ങളെ കുട്ടിക്ക് മുലടത്തിനുള്ള കോരിക്ക് എന്തായാലും തന്നാൽ നിങ്ങൾക്ക് ഒരു യോഗ്യം തരാൻ എനിക്കും നിങ്ങൾക്ക് ഒന്നും പറയണ്ടാവില്ല, സംഭാരം കൊടുക്കേണ്ടിരിക്കും. അതെങ്ങനെയാണത്? നമ്മളവരെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്. നമ്മളെ വീട്ടിലുള്ള മക്കളെ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ ഉമ്മയെ നമ്മൾ സങ്കടപ്പെടുത്തരുത്. നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ നമ്മൾ സങ്കടപ്പെടുത്തരുത്. നിങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങൾ ആലോചിക്കുക, റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ വാപ്പയും നിങ്ങൾക്ക് ചെയ്യുന്ന ഖിദ്മത്ത്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ അപ്പാനെ കുറിച്ച് വളരെ കുറ്റങ്ങളാകാം, പക്ഷെ കുറ്റത്തിൽ കൂടുതൽ നിങ്ങൾക്ക് പറയാനുള്ളത് നന്മയുണ്ട്. നിങ്ങളത് മറച്ചു വെച്ചു. അവർക്കെതിരെയാണ് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമുക്ക് പുറത്തിരുമാറാകട്ടെ. അങ്ങനെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ. അങ്ങനെയാണ് നമ്മള് ഉമ്മാനെ വേറെ വേണ്ടില്ല, വാപ്പാനെ വേറെ വേണ്ടില്ല. നമ്മളെ പ്രായം ചെന്ന നമ്മുടെ വീട്ടിൽ നമ്മളെ വല്യപ്പെട്ടെങ്കിൽ അതൊന്നും കാർക്കിച്ച് തുപ്പിയിട്ട് ആ ഒരു കഫമെങ്ങാനും സിറ്റൗട്ടിലായാലും എടുത്തു ചാടി വർത്തമാനം പറയാൻ. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് ജന്മം തന്ന നമ്മുടെ വാപ്പയാണ്, നമ്മുടെ ഉമ്മയാണ്. അവരിനി എന്ത് തന്നെ പറഞ്ഞാലും അതങ്ങനെ അല്ലാതാവൂല. അതല്ലേ ഹബീബ് റസൂലുള്ളാഹി. സലാത്ത് ഇതെല്ലാം ഇത് കൂടെ കേട്ട് ഇത് കൂടെ പോകുന്നത് അതിലല്ലേ സലാത്ത് തുറക്കാനെല്ലാം പറഞ്ഞു. ഹബീബ് റസൂലുള്ളാഹി നമ്മളെ നാവുള്ളത് സലാത്തില്ല. റമദാനിൽ നിങ്ങൾ ഒന്ന് ചൊല്ലുമ്പോൾ 100 കൂരുണ്ടെങ്കിൽ അത് റമദാനിൽ ഏറ്റവും ഇരട്ടിക്കപ്പെടുന്ന ഹബീബ് റസൂലുള്ളാഹി. ആ 3 ആമീൻ പറഞ്ഞ കൂട്ടത്തിൽ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് ഇതിന്റെ പേര് കേട്ടിട്ട് സലാത്ത് ചെല്ലാത്ത ഏതെങ്കിലും അരക്കിന് ഇവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ചില ആൾക്കാരെ കുറിച്ച് അരക്കെന്ന് പറയുന്നത് ഓരോരുത്തർ ഉണ്ടാവും ചെയ്യും, ഓൻ്റെ ആട് കൊടുക്കൂല, എന്നാലോ ഓൻ ചെലവാക്കൂല, അങ്ങനത്തെ കുറച്ച് ടീമേരുണ്ടാവും. അള്ളാഹു അത്തരത്തിൽ നിന്നാവുള്ള കാത്തിരക്ഷമാറാവട്ടെ. അങ്ങനെ നമ്മളാകാൻ പാടില്ല. സ്വലാത്ത് ചെല്ലാൻ നമുക്ക് നാവുണ്ടാവും തോന്നുന്നു. നമ്മൾ സ്വലാത്ത് ചെല്ലാതിരിക്കാൻ പാടില്ല. നമ്മൾ അഖിലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ്. നിങ്ങളിപ്പോൾ നോമ്പ് വെക്കുന്നത്, നോമ്പ് നോൽക്കുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പ് നോൽക്കുന്ന സമയത്ത് നീയത്ത് വെച്ചെന്താ പഠിച്ചോനെ നാളത്തെ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ എൻ്റെ അമ്മാക്കും ബാപ്പാക്കും ഉത്താനും വേണ്ടിയിട്ട് ഇറങ്ങണം ഇല്ല. അള്ളാഹു താലാക്ക് വേണ്ടിയിട്ട് റബ്ബേ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ് ഈ നോമ്പ് എടുക്കുന്നത്. എന്നിട്ട് ഞാൻ നീ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാതെ നടക്കണമെങ്കിൽ അതങ്ങനെ നടക്കൂലേ?
അത് വേറെ മൈൻഡിൽ കൂടെ അല്ല പോവുക. കുറച്ച് നമുക്ക് കൊടുത്തേട്ടെ. നിങ്ങൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് പറയാണ്, ഒന്നുകൂടെ ആണായിട്ട് പറയാം. നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത മക്കളില്ല. നിങ്ങൾ പറയുമ്പോൾ കേസിൽ നിങ്ങൾ എടുത്തിട്ട് കൊടുക്കും. ഓൻ പറയുമ്പോൾ അവൻ്റെ കാര്യത്തിൽ നിങ്ങൾ മുന്നിൽ കരുതില്ലേ? എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യത്തിൽ ഒന്നും കൊണ്ടുവരാതെ നിങ്ങൾ വേറെ എന്തെങ്കിലും വിഷയമാണെങ്കിൽ അവരെ സജീവയിൽ കൊണ്ടാകുന്ന സാറാണ്. പക്ഷെ നിങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തോട് കഴിയില്ല. പഠിച്ചു നമ്മളോട് പറയും. ആ ആൾക്കാർ നമ്മൾ ഹബീബ് തങ്ങള് മൂന്നാമത്തെ ആമ്യം പറഞ്ഞത് ബാപ്പാനും ഉമ്മാനും പറഞ്ഞിട്ട് കേൾക്കാത്ത അനുസരണക്കേട് കാണിക്കുന്നവരെന്ന് പറയുമ്പോൾ അതിന് മുന്നേ ബാപ്പ